ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു നിസ്കാരക്കുപ്പയാണ് തയ്ക്കാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ തുണി എന്ന് പറയുമ്പോൾ ഇത് ഒരൊറ്റ പീസല്ല, 3 പീസാണ് തുണിയാണുള്ളത്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ തയ്ക്കാൻ പോണത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്ക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള തുണി ഞാനിവിടെ 4 ആക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരളവുണ്ട്, ആ അളവ് ഇതിന് മേലെ വെച്ചിട്ടാണ് നമ്മളത് വെട്ടാൻ പോണത്. അപ്പോൾ ഇതാണ് അളവ്. ഈ അളവിൽ കൊടുത്തിരിക്കുന്ന അതേ പാറ്റേണിൽ തന്നെയായിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ അളവിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചോക്ക് വെച്ചിട്ട് വരച്ചിട്ടൊന്നുമില്ല, ആ ഒരു അളവ് എടുക്കാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള തയ്യൽ തുമ്പ് ഇട്ടിട്ട് അങ്ങോട്ട് വെട്ടിയെടുക്കാം കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ കട്ടയിലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്തത് നമുക്കതിന് കൈയാണ് വെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ കൈയും അതുപോലെ തന്നെ അളവ് വെച്ചിട്ട് ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വെട്ടിയെടുക്കണത്. ഇനി അടുത്തത് കട്ട് ചെയ്യാനുള്ളത് ഈ ഒരു പീസാണ്. നമ്മൾ ഈ കക്ഷത്തിൻ്റെ അവിടെയാണ് അത് വരുന്നത്. അപ്പോൾ ഈ ഒരു പീസാണ് നമ്മളിനി കട്ട് ചെയ്യാൻ പോണത്. ഒരു സ്ക്വയറിലാണ് നമ്മളിത് കട്ട് ചെയ്തിട്ടുള്ളത്. 2 ഭാഗത്തേക്കുള്ളത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ വെച്ചിട്ട് വേണം അത് അടിക്കാൻ കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് നമ്മൾ നെക്കാണ് ഇവിടെ തയ്ക്കാൻ പോണത്. അപ്പോൾ അതിനൊരു പീസ് വേണം. ഈ ഒരു പീസ് ഞാനിവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വലുപ്പത്തിലുള്ളൊരു പീസാണ് കേട്ടോ ഞാൻ അവിടെ വെട്ടിയിട്ടുള്ളത്. അത് വെച്ച് വേണം നമ്മൾ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് അടിക്കാനുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിന് കഴുത്ത് അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ നല്ല ഭാഗവും ചീത്ത ഭാഗം നോക്കിയതിന് ശേഷം നമ്മൾ അത് നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് അടിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ നെക്ക് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം പിന്നെ അത് മറിച്ചതിന് ശേഷം വേണം ഇനി കഴുത്തടിക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ഇനി ഈ ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം കേട്ടോ അടിക്കാൻ. അപ്പോൾ നമുക്കത് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ പ്രസ് ചെയ്ത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ അടുത്തത് നമ്മളിനി കൈ അടിക്കാൻ പോവാണ് കേട്ടോ. കൈ അടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പീസാണ് നമ്മളിവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോണത്. അപ്പോൾ ഇത് അടിക്കണ വീഡിയോ ഞാനിത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു കൈ കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അടിക്കണ എടുത്തിട്ടില്ല. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ നോക്കിയാൽ ഒരു സ്ക്വയർ രൂപത്തിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തത് നമ്മൾ കട്ട് ചെയ്യാൻ പോണത് അതിൻ്റെ മക്കരയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ അളവും വെച്ചിട്ട് നമ്മൾ വരച്ച് അത് കട്ട് ചെയ്തെടുത്തേക്കുക കേട്ടോ. അപ്പോൾ ഇത് തയ്ക്കാനും കുറച്ച് പീസുകൾ വെട്ടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വെട്ടിയെടുക്കുന്നത് ഇത് വള്ളിയാണ് കേട്ടോ. നമ്മൾ മക്കനെ കെട്ടണ വള്ളിയാണ് കേട്ടത്. അതൊക്കെ കട്ട് ചെയ്തതാണ്. പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു കോണ് പീസാണ് കേട്ടോ. അതിൽ അളവിൽ കാണുന്ന പോലത്തെ ഒരു കോണ് പീസാണ്. പിന്നെ ഒരു വലിയ പീസും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടിച്ചു കൊടുത്തിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ അവിടെ കഴുത്ത് അടിച്ച മാതിരി തന്നെ ഇവിടെയും അടിച്ചിട്ട് മറിച്ച് കൊടുത്തിട്ട് നമ്മൾ പ്രസ് ചെയ്ത് അടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിന് വള്ളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസാണ് വെക്കാനുള്ളത്. അത് നമുക്കിവിടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതാ ഇതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ലാസ്റ്റത്തെ പണി നമുക്ക് ഇത് അയൺ ചെയ്യലാണ് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയിൽ നല്ല തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അത് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ എടുക്കാത്തത്. അപ്പോൾ അത്ര ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നുമല്ല, എന്നാലും നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാലെന്നും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്.